പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA, അമേരിക്കൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ഭരണഘടന ഏത് രീതിയിലാണ് നിലനിൽക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ന് അമേരിക്ക എന്നുള്ളത്. അപ്പോൾ അമേരിക്കൻ്റെ ഭരണഘടന നിലവിൽ അവർ ഫോളോ ചെയ്യുന്ന ഭരണഘടന 1787 ഫിലാഡൽഫിയ കൺവെൻഷനിൽ വെച്ചിട്ടാണ് അവർ തയ്യാറാക്കിയത്. ഓക്കെ, 1787 ഫിലാഡൽഫിയ കൺവെൻഷനിൽ വെച്ചിട്ടാണ് അമേരിക്ക അവരുടെ ഭരണഘടന തയ്യാറാക്കിയത്. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ലോകത്ത് തന്നെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും പഴയ ഭരണഘടന ഫോളോ ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. ഓക്കെ, അമേരിക്കൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും പഴയ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും പഴയ ഭരണഘടന കൂടിയാണ് അമേരിക്കൻ്റെ ഭരണഘടന. ഓക്കെ, ഇനി ലോകത്ത് മറ്റ് രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ വ്യത്യാസങ്ങളുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി നൂതനമായിട്ടുള്ള രീതികളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അമേരിക്കൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് റിട്ടൺ ക്യാരക്ടർ എന്നതാണ്. എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ്റെത്. നമ്മൾ നേരത്തെ പറഞ്ഞു 1787 ഫിലാഡൽഫിയ കൺവെൻഷനിൽ വെച്ച് തയ്യാറാക്കിയതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതപ്പെട്ട ഭരണഘടനയാണെന്ന് പറയാം. ഓക്കെ, ലോകത്ത് മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയെ പോലെ അമേരിക്കൻ ഭരണഘടനയും എഴുതപ്പെട്ടതാണ്. കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ഓക്കെ, ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് 1787 അമേരിക്കൻ്റെ ഭരണഘടന തയ്യാറാക്കിയത്. അന്ന് അമേരിക്കയിൽ 13 സ്റ്റേറ്റുകളുണ്ടായിരുന്നത് കേട്ടോ. 13 സ്റ്റേറ്റുകൾ. ഇന്ന് 50 സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അന്ന് 1787 തയ്യാറാക്കിയ അവസരത്തിൽ 13 സ്റ്റേറ്റുകളാണ് ഈ ഒരു ഫിലാഡൽഫിയ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളുണ്ട്. 50 സ്റ്റേറ്റുകൾക്ക് ഒരേപോലെയുള്ള അധികാരങ്ങൾ അമേരിക്കൻ ഭരണഘടന കൈമാറുന്നുണ്ട്. രണ്ടാമത്തെ അമേരിക്കൻ ഭരണഘടനയുടെ പ്രത്യേകതയാണ് റിജിഡ് ഇൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. റിജിഡ് ഇൻ ക്യാരക്ടർ, കർക്കശമായിട്ടുള്ളൊരു ഭരണഘടനയാണ് അമേരിക്ക ഫോളോ ചെയ്യുന്നത്. കർക്കശമായ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്തുക എന്നുള്ളത്. ഓക്കെ, ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരുപാട് പ്രോസസ്സുകൾ അടങ്ങുന്ന സംവിധാനമാണ്. പ്രയാസകരമായ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകളിലൂടെ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് കേട്ടോ. മറ്റ് രാജ്യങ്ങളെ പോലെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഭേദഗതി ചെയ്യാൻ പറ്റുന്ന ഭരണഘടനയല്ല അമേരിക്കൻ ഭരണഘടന എന്നതാണ് പ്രയാസകരമായ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നിയമങ്ങൾ നിർമ്മിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എളുപ്പമാണെങ്കിലും അതിൽ നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് ഒരു കർക്കശമായ രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഫെഡറൽ സംവിധാനമായതിനാൽ അവിടെ കൂടുതൽ അധികാരവും ആർക്കായിരിക്കും? സംസ്ഥാനങ്ങൾക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് കൊണ്ട്, സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾ, ഓക്കെ, ഓരോ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നത് കൊണ്ട് അവരുടെ കൂടി അനുവാദം കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അമേരിക്കൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നിലവിൽ ഇതുവരെ 1787 നിലവിൽ വന്ന ഭരണഘടനയിൽ ഇതുവരെ 26 മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. നമ്മളത് 1947 സ്വാതന്ത്ര്യം കിട്ടി 1950 ഭരണഘടന നിലവിൽ വന്നത്. നമ്മളിപ്പോൾ തന്നെ 120 അടുത്ത് ഭരണഘടനാ ഭേദഗതികൾ വരുത്തി കഴിഞ്ഞു. അമേരിക്കയിൽ ആകെ 26 ഭേദഗതികൾ വന്നതുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത് റിജിഡ് ഇൻ ക്യാരക്ടർ, അമേരിക്കൻ ഭരണഘടന കുറച്ച് കർക്കശമായ ഭരണഘടനയാണ്. അടുത്ത ഭാഗം പറയുന്നത് ഫെഡറൽ ക്യാരക്ടർ. മറ്റൊരു സവിശേഷതയാണ് അമേരിക്കൻ ഭരണഘടനയുടേത്, ഫെഡറൽ ക്യാരക്ടർ. ഫെഡറൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ഫെഡറലിസം എന്ന ആശയം ഫോളോ ചെയ്യുന്നു. അതായത് 2 തരത്തിലുള്ള ഗവൺമെൻറ് ഉള്ള സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം. അതായത് രാജ്യത്തിന് മൊത്തമായിട്ടൊരു സെൻട്രൽ ഗവൺമെൻറ്റും പിന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉള്ള സിസ്റ്റത്തെ വിളിക്കുന്ന, അതായത് കൃത്യമായിട്ട് അധികാരം സെൻറ്ററിനും സ്റ്റേറ്റിനും വീതിച്ചു കൊടുത്തിട്ടുള്ള അധികാര സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഫെഡറൽ സിസ്റ്റം. അമേരിക്ക ഫെഡറൽ സിസ്റ്റം എന്ന ആശയം ഫോളോ ചെയ്യുന്നുണ്ട്. അന്ന് അമേരിക്കയിൽ ഭരണഘടനയൊക്കെ രൂപീകരിക്കുന്ന അവസരത്തിൽ 13 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 50 സംസ്ഥാനങ്ങളായിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്കെല്ലാം കൃത്യമായ അധികാരം അമേരിക്കൻ ഭരണഘടന അനുസരിച്ചിട്ട് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്.
കൂടുതൽ അധികാരം അമേരിക്കയിൽ നിലനിൽക്കുന്നതും സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണഘടന നമുക്ക് ഫെഡറൽ ക്യാരക്ടർ അഥവാ ഫെഡറൽ സവിശേഷത അടങ്ങുന്ന ഭരണഘടനയാണെന്ന് പറയാം. നാലാമത്തെ അമേരിക്കൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം പവർ എപ്പോഴും ഭരണഘടനയ്ക്കായിരിക്കും. അതായത് അൾട്ടിമേറ്റ് പവർ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ ഒരിക്കലും ഭരണഘടനയ്ക്ക് അതീതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയ്ക്ക് അതീതമായി ഏതെങ്കിലും വിഭാഗങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അതിനെ ഭരണഘടനാ വിരുദ്ധവും ഇൻവാലിഡായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരമൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംവിധാനങ്ങളും എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഭരണഘടന വിരുദ്ധമായിട്ട് ഒരു വിഭാഗം പ്രവർത്തിച്ചാൽ അതിനെ എതിർക്കുന്നതിനുള്ള അധികാരം രാജ്യത്ത് ജുഡീഷ്യറിക്ക്, കോടതികൾക്കുണ്ട് എന്നതാണ് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളതാണ്. അധികാര വിഭജനം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അധികാര വിഭജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അമേരിക്കയിൽ കൃത്യമായി ഓരോ വിഭാഗത്തിനും അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് ലോ. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. മോണ്ടസ്ക്യൂ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് എഴുതിയിട്ടുള്ള പുസ്തകമാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ആ പുസ്തകത്തിൽ അദ്ദേഹം ലോകത്ത് ഭരണഘടനകൾക്ക് ഉണ്ടായിരിക്കേണ്ട വ്യവസ്ഥകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം എന്നുള്ളത്. അപ്പോൾ ഈ അധികാര വിഭജനത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിൽ അധികാരത്തെ വിഭജിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേത് ലെജിസ്ലേച്ചർ, നിയമ നിർമ്മാണ വിഭാഗം. രണ്ടാമത്തേത് എക്സിക്യൂട്ടീവ്, നിയമ നിർവഹണ വിഭാഗം. മൂന്നാമത്തേത് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ നീതിന്യായ വിഭാഗം. അങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അധികാരങ്ങളെ വിഭജിച്ച് നൽകണം. ലെജിസ്ലേച്ചറിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം കൊടുക്കണം, നിയമം നടപ്പിലാക്കാനുള്ള അധികാരം എക്സിക്യൂട്ടീവിന് കൊടുക്കണം. ഇനി ലെജിസ്ലേച്ചർ നിർമ്മിച്ച നിയമം എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അവ പരിഹരിക്കുന്നതിനുള്ള അധികാരം ജുഡീഷ്യറിക്കും. അങ്ങനെ 3 രീതിയിൽ അധികാരങ്ങളെ വിഭജിച്ച് നൽകുക എന്നുള്ളതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അഥവാ അധികാര വിഭജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അമേരിക്ക ഈ രീതിയിൽ അധികാര വിഭജനത്തെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഒരു രാജ്യമാണ്. ഓക്കെ, അധികാര വിഭജനം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളത് അമേരിക്കൻ ഭരണഘടനയുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. അമേരിക്കൻ ഭരണഘടനയുടെ 6ാമത്തെ സവിശേഷതയാണ് ചെക്സ് ആൻഡ് ബാലൻസ്. ഓക്കെ, ചെക്സ് ആൻഡ് ബാലൻസ് നമ്മൾ നേരത്തെയും ബ്രിട്ടീഷ് ഭരണഘടന പറഞ്ഞ സമയത്തും ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ചെക്സ് ആൻഡ് ബാലൻസ് അമേരിക്കൻ ഭരണഘടനയുടെ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന സംവിധാനം അനുസരിച്ച് എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ലെജിസ്ലേച്ചറിനും വ്യത്യസ്ത രീതിയിൽ അധികാരം നൽകിയത് കൊണ്ട് തന്നെ ഒരു വിഭാഗവും ഇവരുടെ അധികാരം ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടീവിന് അധികാരമില്ലാത്തൊരു കാര്യത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയില്ല. ഇനി ലെജിസ്ലേച്ചറിന് അധികാരമില്ലാത്ത ഒരു കാര്യത്തിൽ അവർക്കും ഇടപെടാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ മറ്റൊരു വിഭാഗത്തിന് അത് ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള കൃത്യമായ അധികാരം ഉണ്ടാകും. ഓക്കെ, അതാണ് ചെക്സ് ആൻഡ് ബാലൻസ്. ഒരു വിഭാഗവും അവരുടെ അധികാരത്തെ മറികടന്നുകൊണ്ട് തീരുമാനിക്കാതിരിക്കാൻ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റം. ഓക്കെ, അതെല്ലാം പൂർണ്ണമായിട്ടും ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരു വിഭാഗത്തിന് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അധികാര ദുരുപയോഗം പാടില്ലെന്ന് പറയുന്ന ഒരു ആശയമാണ് ചെക്സ് ആൻഡ് ബാലൻസ്. ഈ സിസ്റ്റം അനുസരിച്ച് ഏതെങ്കിലും ഒരു വിഭാഗം അധികാരം മറികടക്കുകയാണെങ്കിൽ മറ്റു 2 വിഭാഗങ്ങൾക്ക് അവ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ 3 വിഭാഗത്തിനും ഭരണഘടനാപരമായി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ ഭരണഘടനയുടെ മറ്റൊരു ആശയമാണ് ചെക്സ് ആൻഡ് ബാലൻസ്. 7ാമത്തെ ആശയമാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവകാശ പത്രിക. അപ്പോൾ നമ്മളെ രാജ്യത്തൊക്കെ മൗലികാവകാശങ്ങളുണ്ടല്ലേ. നമ്മളെ രാജ്യ മൗലികാവകാശങ്ങൾ എന്നുള്ള ആശയം തന്നെ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കയിൽ ബിൽ ഓഫ് റൈറ്റ്സ് ഉണ്ട്, അവകാശ പത്രിക നിലനിൽക്കുന്നുണ്ട്. അതായത് അമേരിക്കയിൽ ഭരണഘടന ജനങ്ങൾക്ക് മൗലികമായ ഒരുപാട് അവകാശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യക്തി സ്വാതന്ത്ര്യം, സ്വത്തവകാശം, അതേപോലെ മറ്റ് പ്രധാനപ്പെട്ട അവകാശങ്ങളെല്ലാം അമേരിക്കൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മനുഷ്യാവകാശങ്ങൾ കൃത്യമായിട്ട് ലഭ്യമായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നതിനുള്ള അധികാരവും അമേരിക്കൻ ഭരണഘടന നൽകുന്നുണ്ട്.
അപ്പോൾ ഏതവസരത്തിലും മൗലികാവകാശങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കണം എന്നുള്ളതും അമേരിക്കൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പം മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രാഥമികമായിട്ട് ഒരുപാട് അവകാശങ്ങൾ അഥവാ ബിൽ ഓഫ് റൈറ്റ്സ്, അവകാശ പത്രിക എന്നത് അമേരിക്കൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ്. എട്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് നീതിന്യായ പുനർപരിശോധന അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ആശയമാണ്. ഈ ഒരു ആശയം ഇന്ത്യ രാജ്യത്തേക്ക് കടമെടുത്തതും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു നിയമം ഭരണഘടനയ്ക്ക് എതിരാണോ അല്ലെങ്കിൽ ഭരണഘടന വിരുദ്ധമാണോ എന്നുണ്ടെങ്കിൽ ആ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ നിയമത്തെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നതിനും അതിനെ ഇൻവാലിഡായിട്ട് പ്രഖ്യാപിക്കുന്നതിനും കോടതികൾക്കുള്ള അധികാരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ജുഡീഷ്യൽ റിവ്യൂ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം അമേരിക്കയിലുണ്ട് എന്നുള്ളതാണ്. അമേരിക്കൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണ് ജുഡീഷ്യൽ റിവ്യൂ. രാജ്യത്തെ നിയമനിർമ്മാണ സംവിധാനങ്ങൾ, നിർമ്മിക്കുന്ന നിയമങ്ങളോ എക്സിക്യൂട്ടീവ് അവ നടപ്പിലാക്കുമ്പോൾ കൊണ്ടുവരുന്ന ഓർഡറുകളോ ഭരണഘടനാപരമായി ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള അധികാരം രാജ്യത്തിൻ്റെ സുപ്രീം കോടതിക്കുണ്ട്. അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനെ ഇൻവാലിഡായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരവും സുപ്രീം കോടതിക്കുണ്ട് എന്നതാണ് ജുഡീഷ്യൽ റിവ്യൂ അഥവാ അമേരിക്കൻ ഭരണഘടനയുടെ എട്ടാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത്. ഇനി അമേരിക്കൻ ഭരണഘടനയുടെ 9ാമത്തെ സവിശേഷത റിപ്പബ്ലിക്കൻ ഭരണഘടന എന്നുള്ളതാണ്. റിപ്പബ്ലിക്കൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്നുള്ള രാജ്യം റിപ്പബ്ലിക്കാണ്. ഓക്കെ, റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വന്തമായിട്ട് അവർക്കൊരു ഭരണഘടനയുണ്ട്. അവരുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അതായത് രാജ്യതലവനെ അവർ തന്നെ എന്ത് ചെയ്യാണ്, തിരഞ്ഞെടുക്കുകയാണ്. അപ്പം അങ്ങനെ രാജ്യതലവനെ അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക്. അപ്പോൾ രാജ്യത്തിൻ്റെ തലവനായിട്ട് അമേരിക്കയിലുള്ള വ്യക്തി പ്രസിഡൻ്റാണ്. അപ്പോൾ പ്രസിഡൻറ്റിനെ ജനങ്ങൾ നേരിട്ടല്ലാത്ത തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായ അധികാരം ഈ രീതിയിൽ പ്രസിഡൻറ്റിനാണ് കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം ഓരോ സംസ്ഥാനങ്ങളിലും തലവന്മാരുണ്ടാകും. അവരെയും ഈ റിപ്പബ്ലിക്കൻ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളത് അഥവാ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് റിപ്പബ്ലിക്കൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് എലക്റ്റീവ്. ഓക്കെ, എലക്ട് ചെയ്യപ്പെടുന്ന ആളാണ് രാജ്യത്തിൻ്റെ തലവനായിട്ട് വരുന്നത്. അതാണ് റിപ്പബ്ലിക് എന്നതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. അമേരിക്കയിലും ആ രീതി തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. 10ാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസിഡൻ്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട് അല്ലേ. കൂടുതൽ അധികാരം പ്രധാനമന്ത്രിക്കാണുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ അമേരിക്കയിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം പ്രധാനമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന സിസ്റ്റം അല്ല. പകരം പ്രധാനമന്ത്രി എന്നുള്ള സംവിധാനം അമേരിക്കയിലില്ല. അമേരിക്കൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് ഏറ്റവും ഉയർന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ അധികാരമുള്ള വ്യക്തി എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രസിഡൻ്റാണ്. അപ്പോൾ നമുക്കറിയാം അമേരിക്കയിലെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്നതിന് മുൻപുണ്ടായിരുന്നത്. നമുക്കറിയാം അമേരിക്കയിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിലുള്ള ഒരാളാണ്. അപ്പോൾ അമേരിക്ക ഫോളോ ചെയ്യുന്ന സിസ്റ്റം പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. അപ്പം മിക്ക അധികാരങ്ങളും, എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ കൈവശമാണുള്ളത്. ഭരണഘടനാപരമായി അമേരിക്കയുടെ പ്രസിഡൻറ്റിനെ നേരിട്ടല്ലാത്ത തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം അമേരിക്കൻ പാർലമെൻറ്റിലെ മെമ്പർ ആയിരിക്കുകയില്ല. കൂടാതെ അമേരിക്കയിലെ ലെജിസ്ലേറ്റീവ് സംവിധാനത്തോടു കൂടെ പ്രവർത്തിക്കേണ്ട വ്യക്തിയുമല്ല. അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ കാലാവധി 4 വർഷമാണ്. പ്രസിഡൻറ്റിനെ പുറത്താക്കുന്നതിനുള്ള അധികാരം അമേരിക്കയുടെ കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയിലും ഉണ്ട് കേട്ടോ, അമേരിക്കൻ കോൺഗ്രസ്സും സെനറ്റൊക്കെ ഉണ്ട്, 2 തരത്തിലുള്ള ഹൗസസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ അധികാരമുണ്ട്, അതായത് അമേരിക്കൻ്റെ പ്രസിഡൻറ്റിന്. അപ്പോൾ അങ്ങനെ പ്രസിഡൻറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന ഭരണവ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്നുള്ളത്. അമേരിക്ക ഫോളോ ചെയ്യുന്നത് ഇത്തരത്തിലൊരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് എന്നതാണ് 10ാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത്. ഇനി 11ാമത്തെ സവിശേഷത ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. ഡ്യുവൽ സിം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ലേ, 2 സിം കാർഡ് ഉപയോഗിക്കുന്ന മൊബൈലുകൾ. അതേപോലെ തന്നെ അമേരിക്ക ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്, 2 പൗരത്വമുണ്ട്. അതായത് 2 പൗരത്വം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പൗരനാണ് എന്ന് കാണിക്കുന്ന ഒരു പൗരത്വവും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 50 സ്റ്റേറ്റുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, 50 സ്റ്റേറ്റുകളിലും മറ്റൊരു പൗരത്വവും അമേരിക്കയിലെ വ്യക്തികൾക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ 2 പൗരത്വം കിട്ടുന്ന അല്ലെങ്കിൽ 2 പൗരത്വം നിലനിൽക്കുന്ന ഒരു ഭരണഘടനാ സവിശേഷതയുള്ള രാജ്യമാണ് അമേരിക്ക. ഓക്കെ, അതിന് ഇരട്ട പൗരത്വം അഥവാ ഡുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയും.
12-ാമത്തത് പോപ്പുലർ സോവറിനിറ്റി, ജനകീയ പരമാധികാരം. ജനങ്ങൾക്കാണ് കൂടുതൽ അധികാരമുള്ളത്. ഈ ജനകീയ പരമാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അൾട്ടിമേറ്റ് പവറൊക്കെ നിലനിൽക്കുന്നത് ജനങ്ങൾക്കായിരിക്കും എന്നതാണ് ജനകീയ പരമാധികാരം. അതായത് ഈ പ്രസിഡൻറ്റിന് പവറും ഈ മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ അധികാരം കിട്ടുന്നത് ജനങ്ങൾ അവ കൈമാറുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജനകീയ പരമാധികാരം, ജനങ്ങളാണ് രാജ്യത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിഭാഗം. ഓക്കെ, ജനങ്ങളുടെ അധികാരമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ജനകീയ പരമാധികാരം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത്. മറ്റൊന്നാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. നമ്മൾ ഇന്ത്യ രാജ്യത്തുള്ളതുപോലെ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട് അല്ലേ. അതേപോലെ ഇവിടെ അമേരിക്കയിലും ഈ തരത്തിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതിൽ 2 സഭകളുണ്ട്. ഒന്നാമത്തെ സഭയെ നമ്മൾ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് വിളിക്കുന്നു, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഓക്കെ, രണ്ടാമത്തേതിനെ സെനറ്റ് എന്ന് വിളിക്കുന്നു. ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് അമേരിക്കൻ്റെ സെനറ്റിനാണ്. ഇനി വ്യത്യസ്തമായ അധികാരങ്ങൾ ഈ 2 വിഭാഗത്തിനും നിലനിൽക്കുന്നുണ്ട്. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥിതിയിൽ, എക്സിക്യൂട്ടീവ് അധികാരങ്ങളിലൊക്കെ ഇവ രണ്ടിനും പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. അമേരിക്കൻ സെനറ്റിന് 6 വർഷമാണ് കാലാവധി ഉള്ളത്. എന്നാൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ കാലാവധി അഥവാ അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഹൗസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. ഓക്കെ, സെനറ്റും ഉണ്ട്, അമേരിക്കൻ കോൺഗ്രസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണത്തിന് 2 സഭകളുള്ള സംവിധാനത്തെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവും അമേരിക്കയിലുണ്ട്, ഹൗസ് ഓഫ് സെനറ്റും ഉണ്ട്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ലോകസഭയും രാജ്യസഭയൊക്കെ ഉള്ളതുപോലെ അവിടെ ഈ 2 സംവിധാനങ്ങളുണ്ട്. ദെൻ സെനറ്റിൻ്റെ കാലാവധി 6 വർഷവും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ കാലാവധി 2 വർഷവുമാണ്. കൃത്യമായിട്ടത് മനസ്സിലാക്കണം. 14-ാമത്തെ സവിശേഷതയായിട്ട് പറയുന്നതാണ് സ്പോയിൽ സിസ്റ്റം. സ്പോയിൽ സിസ്റ്റം. ഓക്കെ, അത് അമേരിക്കൻ്റെ ഭരണഘടനയുടെ ഒരു പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ് സ്പോയിൽ സിസ്റ്റം എന്നുള്ളത്. സ്പോയിൽ സിസ്റ്റം എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടാകും. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ സ്പോയിൽ സിസ്റ്റം പ്രധാനപ്പെട്ടതായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു പ്രസിഡൻറ്റിന് അദ്ദേഹത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വ്യത്യസ്ത മേധാവികളാക്കി നിലനിർത്താം അല്ലെങ്കിൽ നിയമിക്കാം എന്നതാണ് സ്പോയിൽ സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതിന് ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ജോ ബൈഡനാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായ സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, അദ്ദേഹം വ്യത്യസ്ത പൊസിഷനുകളിൽ, അതായത് എല്ലാ അധികാര മേഖലകളിലും അയാളുടെ ഇഷ്ടമുള്ള താല്പര്യമുള്ള വ്യക്തികൾ എന്ത് ചെയ്യാം, നിയമിക്കാമെന്നാണ്. ഇനി ഇപ്പോൾ ജോ ബൈഡൻ ഭരിച്ച് ഇനി അടുത്ത തവണ മറ്റൊരു പ്രസിഡന്റ് വരികയാണെന്ന് വിചാരിക്കുക, ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ കമല ഹാരിസൊക്കെ പ്രസിഡന്റ് ആവുമെന്ന് വിചാരിക്കുക. അപ്പോൾ ജോ ബൈഡനെ മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ, ജോ ബൈഡൻ നിയമിച്ച ആളുകളൊക്കെ മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ എന്ത് ചെയ്യാം, ഓഫീസ് മേധാവികളായിട്ട് വ്യത്യസ്ത വകുപ്പുകളിൽ എന്ത് ചെയ്യാം, നിലനിർത്താം. അങ്ങനെ ആരാണോ പ്രസിഡന്റ് അദ്ദേഹത്തിന് കൂടുതൽ അധികാരം നൽകുന്ന ഒരു വ്യവസ്ഥിതിയാണ് സ്പോയിൽ സിസ്റ്റം. അതായത് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളെ ഭരണ സംവിധാനങ്ങളുടെ വ്യത്യസ്ത മേധാവികളായും മറ്റുമൊക്കെ നിയമിക്കുന്നതിനുള്ള അധികാരം രാജ്യത്തെ പ്രസിഡന്റിന് നൽകുന്നതാണ് സ്പോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. അമേരിക്ക ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്പോയിൽ സിസ്റ്റം. അപ്പോൾ ഇത്രയാണ് അമേരിക്കൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് 14 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.